ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴികളുടെ തീറ്റ ചെലവ് ചെറിയ രീതിയിൽ കുറച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ മുട്ടയൊക്കെ കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ അത് എങ്ങനെ കുറച്ചൊന്ന് വർദ്ധിപ്പിക്കാം, അതിനെ പറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ 100 കോഴിനെ വളർത്തിക്കഴിഞ്ഞാലും 10 കോഴിനെ വളർത്തിയാലും 20 കോഴിനെ വളർത്തിക്കഴിഞ്ഞാലും നമ്മൾ തീറ്റക്രമം കറക്റ്റ് ബ്രീഡിന് സെലക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കോഴി വളർത്തൽ ഒരിക്കലും ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ കറക്റ്റായിട്ടുള്ള ബ്രീഡിന് സെലക്ട് ചെയ്യുക, അതിനുശേഷം തീറ്റക്രമം കൃത്യമായിട്ട് പാലിക്കുക. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് കോഴി വളർത്തൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു 100 കോഴിയോ ചിലപ്പോൾ ഒരു 50 കോഴിയോ 10 കോഴിയോ വളർത്തുന്നുണ്ടാവും. ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ആ കോഴിന് എടുക്കുന്ന മുട്ട കിട്ടും, ആ മുട്ട കുറച്ച് നമ്മളെടുക്കും, പിന്നെ അതുപോലെ കുറച്ച് ആവശ്യക്കാർക്ക് കൊടുക്കും. ആ കിട്ടുന്ന പൈസക്ക് വീണ്ടും നമ്മൾ മുട്ട തീറ്റ വാങ്ങിക്കൊടുക്കും. ഓക്കെ, മുട്ടത്തീറ്റ വാങ്ങി വീണ്ടും അവർക്ക് കൊടുക്കും, കോഴികൾക്ക് കൊടുക്കും, വീണ്ടും നമുക്ക് മുട്ട കിട്ടുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ലാഭവും കാര്യമൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതായത് നമുക്ക് കോഴിനെ വളർത്തുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അങ്ങനെ വലിയ ലാഭമൊന്നുമില്ല, അങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു. അതായിരിക്കും അധികാലം ചോദിച്ചാൽ പറയുന്നൊരവസ്ഥ. അതിൽ മെയിനായിട്ട് നമ്മളൊരു കാര്യം നോക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ബ്രീഡിനെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് ശരിയായ തീറ്റക്രമം ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്രീഡിനെ എങ്ങനെ സെലക്ട് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ഈ വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഗ്രാമശ്രീ, കൈരളി, സൊണാലി അല്ലെങ്കിൽ പിന്നെ നമ്മളെ തനിനാടൻ കോഴി അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇവരെ നമുക്ക് ഇളക്കി വിട്ട് വളർത്താം, പിന്നെ അതുപോലെ തന്നെ എല്ലാത്തരം വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് വളർത്തുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കോഴികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ചിലവ് കുറക്കാൻ പറ്റും. നേരെ മറിച്ചിട്ട് നമ്മൾ BV318 എടുക്കുന്നുണ്ടെങ്കിൽ BV318 ഇപ്പം കോഴികൾക്ക് എങ്ങനെ എന്ത് തീറ്റ വേണ്ടിയും കൊടുക്കുക. പക്ഷേ ഇപ്പോൾ ഈ മാർക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓരോ കോഴികൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ BV380 നമ്മൾ നല്ല രീതിയിൽ മുട്ടത്തീറ്റ കൊടുക്കുകയാണെങ്കിൽ വർഷത്തിലൊരു 300-320 മുട്ട വരെ നമുക്ക് കിട്ടും. പക്ഷേ നേരെ മറിച്ചിട്ട് BV380 നമ്മൾ ഈ ഫുഡ് വേസ്റ്റും പിന്നെ അതുപോലെ ഇതെല്ലാം മിക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 300-320 മുട്ട ഉൽപ്പാദനം ഉണ്ടാവില്ല, അത് നേരെ പകുതിയായിട്ട് കുറയും. അത് ചിലപ്പോൾ ഒരു 200-220 ആ റേഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളൊരു ഗ്രാമശ്രീൻ്റെ മുട്ട ഉൽപ്പാദനം ആ റേഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് ഈ നല്ല രീതിയിലുള്ള മുട്ടത്തീറ്റ കിട്ടിയാലും മാത്രമേ മുട്ട ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ. കാരണം ഈ കാൽസ്യം നല്ലോണം വേണം ഈ മുട്ട ഉൽപ്പാദനത്തിന്. അതിന് ഈ മുട്ടത്തീറ്റയിലാണ് ഈ പറഞ്ഞ കാൽസ്യം പിന്നെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ല മുട്ട ഉൽപ്പാദനത്തിന് നമുക്ക് ഈ നല്ല രീതിയിൽ തന്നെ മുട്ടത്തീറ്റ കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ BV3നെ നമ്മൾ ഈ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. അപ്പോൾ BV380 കോഴി നമ്മൾ ഇവിടെ നിന്ന് മാറ്റി വെച്ച് ഇനി നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് നമ്മൾ കൈരളി, ഗ്രാമശ്രീ, സൊണാലി, നാടൻ കോഴി ഇവരൊക്കെ പറ്റി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേത് കോഴി ആയിക്കോട്ടെ, ഒരു കോഴിക്ക് നാടൻ കോഴി പിന്നെ അഴിച്ചുവിട്ട് വളർത്തുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ തീരെ കാറ്റഗറിയിൽ നോക്കണ്ട. നമ്മൾ മെയിനായിട്ട് മുട്ട ആവശ്യത്തിനായതുകൊണ്ട് നമ്മൾ ഗ്രാമശ്രീ, കൈരളി, സൊണാലി. ഓക്കെ, ഇപ്പോൾ നമ്മളെ നാട്ടിലധികം കിട്ടാനുള്ള ഈ ബ്രീഡായതുകൊണ്ട് നമ്മളിത് പറയുന്നത്. പിന്നെ റെയിൻബോ റൂസ്റ്ററൊക്കെ ഉണ്ട്, നമ്മളതൊന്നും നോക്കുന്നില്ല. നമ്മളിപ്പോൾ അധികം പെട്ടെന്ന് കിട്ടാൻ നമുക്ക് സാധ്യതയുള്ള ബ്രീഡാണ് ഞാൻ ഇന്ന് നമ്മളൊരു കണക്കിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാമശ്രീ, സൊണാലി അല്ലെങ്കിൽ കൈരളി ആയിക്കോട്ടെ, അതിന് ഒരു ദിവസം ഒരു 110 ഗ്രാം എന്നുള്ള അളവിലാണ് നമ്മൾ തീറ്റ കൊടുക്കേണ്ടത്. ഓക്കെ, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല. ഒരു ദിവസം ഒരു 110 ഗ്രാം. ഈ 110 ഗ്രാമിൻ്റെ അകത്ത് പകുതി നമുക്ക് മുട്ടത്തീറ്റയും പകുതി നമുക്ക് ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അതായത് ഒരു 55 ഗ്രാം മുട്ടത്തീറ്റയും 55 to 60 ഗ്രാം നമുക്ക് ഈ പച്ചക്കറി വേസ്റ്റ്, ഫുഡിൻ്റെ വേസ്റ്റ് എന്തൊക്കെയുള്ളൂ അതങ്ങനെ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ദിവസം 110 അളവിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പോൾ ഇതിൻ്റെ കണക്കെങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം BV380 ആണെങ്കിൽ നമ്മളൊരു ഫുൾ തീറ്റ കൊടുക്കുമ്പോൾ, മുട്ടത്തീറ്റ കൊടുക്കുമ്പോൾ അതിന് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴിക്ക് ഒരു 110 ഗ്രാം ആകുമ്പോൾ ഇപ്പോൾ ഒരു 10 കോഴി ഉണ്ടെന്നായിരിക്കും. 10 കോഴി ഉണ്ട്, നമുക്ക് ഒരു ദിവസം 1 കിലോ തീറ്റ മിക്കവാറും വേണ്ടി വരും. 1 കിലോ 100 ഗ്രാമിന് അടുപ്പിച്ചുള്ള തീറ്റ വേണ്ടി വരും. അപ്പോൾ അതിന് ഏകദേശം ഒരു 40 റുപ്യ തന്നെ ഏകദേശം ഒരു ദിവസം ആവും. ഓക്കെ, ഒരു 10 കോഴിക്ക്. നേരെ മറിച്ചിട്ട് നമ്മൾ ഈ നമ്മളെ ഗ്രാമശ്രീ അല്ലെങ്കിൽ സൊണാലി, കൈരളി പോലത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് പകുതി മാത്രമേ മുട്ടത്തീറ്റ ഉള്ളൂ. അതായത് 55 ഗ്രാം. 55 ഗ്രാം ആകുമ്പോൾ നമുക്ക് മിക്കവാറും ഈ പറഞ്ഞൊരു 15 to 20 നമുക്ക് ആ ഒരു തീറ്റ ചിലവിൻ്റെ ഇത് നിൽക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫുഡ് വേസ്റ്റും കാര്യങ്ങളെല്ലാം കൂടി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു മാനേജ് ചെയ്യാൻ പറ്റും. അത് അന്നേരം അത്രേ ചിലവ് വരത്തുള്ളൂ. പക്ഷേ വേറൊരു കാര്യം, നമുക്ക് ഈ 10 BV380 ഉണ്ടെങ്കിൽ അതിൻ്റെ അന്ന് ഏകദേശം ഒരു 8 മുട്ടകൾ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഈ ഗ്രാമശ്രീ, കൈരളിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 5 to 6 മുട്ടയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ 4 to 5 ആ റേഞ്ചിലേക്ക് മുട്ട കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെ ഈ ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്യുമ്പോൾ വൃത്തിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ BV380 എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടുള്ള ബ്രീഡാണ്. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം വേണ്ടിക്കിൽ നമുക്ക് BV380 പോലത്തെ കോഴിയാണ് നല്ലത്.
പക്ഷേ നേരെ മറിച്ചിട്ട് നമ്മളിപ്പം വീട്ടിൽ കുറേ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചിലപ്പം വെറുതെ പുറത്ത് കൊണ്ടുപോയി കളയുന്നതിന് പകരം ഇതുപോലെ കോഴികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് എന്ന് പറയേണ്ട വെറുതെ പുറത്ത് വേസ്റ്റ് ആവുകയില്ല, അത് കോഴികൾക്ക് ഒരു ഭക്ഷണമാവുകയും ചെയ്യും. അപ്പോൾ അവരെടുക്കുന്ന കുറച്ച് മുട്ടയും കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കൈരളി നമ്മളെ ഗ്രാമശ്രീനൊക്കെ പോലത്തെ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വളർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫുഡ് വേസ്റ്റ് ആവുകയില്ല, ചെറിയ രീതിയിൽ മുട്ട ഉൽപ്പാദനം കിട്ടും. അത്രയും മുട്ടത്തീറ്റക്ക് അത്രയും പൈസ ആവുകയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? അത്രയും ഫുഡ് വേസ്റ്റും ആവില്ല, തീറ്റ ചിലവും കുറവായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ പറഞ്ഞ കോഴികളിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളർത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആവശ്യത്തിനുള്ള മുട്ട കിട്ടുകയും ചെയ്യും. അത് നല്ല അറിയാലോ, നമ്മളെ ഈ പച്ചക്കറി വേസ്റ്റും പിന്നെ ഇലയും അതൊക്കെ കൊടുത്ത് വളർത്തുന്ന കോഴിയുടെ മുട്ട കുറച്ച് ന്യൂട്രീഷൻ വാല്യൂ കുറച്ച് ഉണ്ടാകും. മറ്റേ BV3 കുറച്ച് ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന നല്ല നാടൻ മുട്ട എന്നുള്ളതിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് പുറത്തേക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം. ഇപ്പം BV3 നമുക്ക് ₹1 ചിലപ്പോൾ ഈ മുട്ടയ്ക്ക് കയറ്റിയിടാൻ പറ്റാം. നിങ്ങളെ ഏരിയയിൽ മാർക്കറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് മാർക്കറ്റ് അനുസരിച്ച് നിങ്ങൾ കയറ്റിയിടേണ്ടി വരും. ഓക്കെ, ഇപ്പം അത് ഓരോ സ്ഥലത്ത് ഓരോ മുട്ടക്ക് ഓരോ വിലയാണ്. ചില സ്ഥലത്ത് ₹7 പോകുന്നുണ്ട്, ചില സമയം ചില ഏരിയയിൽ ₹8 ഉണ്ട്, ₹9, ₹10 വരെ മുട്ട കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ഓരോ ഏരിയയിൽ ഡിമാൻഡിനനുസരിച്ച് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഈ തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോക്കലായിട്ട് കുറേ സാധനങ്ങൾ കിട്ടും. അതായത് നമ്മളെ തവിടുണ്ടാവും, പിന്നെ ചോളം, പിന്നെ ഈ ബ്രോക്കൺ റൈസ് പോലത്തെ മറ്റേ അരിക്കമ്പ് അങ്ങനത്തെ ഉണ്ടല്ലോ അതുണ്ടാവും, പിണ്ണാക്ക് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉപയോഗിക്കേണ്ട രീതികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് എങ്ങനെയൊക്കെ കോഴികൾക്ക് തീറ്റ കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, അത് ഉപയോഗിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ തീറ്റ, അതായത് പകുതി ഒരു 55 ഗ്രാം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ പകുതിയായിട്ട് നമുക്ക് ഇത് നമ്മളെ മുട്ടത്തീറ്റ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മാനേജ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇതുപോലെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഗോതമ്പും അരിയും ഈ പൊട്ടിയരി നുറുക്കരി അതൊക്കെ ഉണ്ടാവില്ല, അത് പിന്നെ ചോളം, പിന്നെ പിണ്ണാക്ക്, തവിട് അതൊക്കെ മിക്സായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ അളവ് എപ്പോഴും നോക്കണം. ഇത് ഒരു 55 ഗ്രാം, ഇതെല്ലാം മിക്സായിട്ട് വരുമ്പോൾ ഒരു 55 ഗ്രാം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 55 ഗ്രാം മുട്ടത്തീറ്റയും ഒരു പകുതിയായിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾക്ക് കോഴികൾക്ക് തീറ്റ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അധികം വേസ്റ്റ് ആവാണ്ട് നോക്കണം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ എന്താ പറയുക ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടാകും. പക്ഷേ അവർ അതെന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ ഫുഡ് അങ്ങനെ വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ആവേണ്ടതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ വേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിന് ചില ഫാമിലൊക്കെ പോയാൽ കാണാൻ പറ്റും ഇങ്ങനെ കള്ളി പോലത്തെ തീറ്റപ്പാത്രം ഉണ്ടാവും. അതിൽ അവർക്ക് കഴുത്ത് മാത്രമേ അകത്തേക്ക് ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ കാലിനെ കൊണ്ട് അവർ ചിള്ളി ഇടില്ല. അപ്പോൾ അങ്ങനത്തെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാൻ നോക്കുക. ഓക്കെ, ഞാൻ പറ്റുവാണെങ്കിൽ അങ്ങനത്തെ പാത്രം പോലെ കാണുകയാണെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. ഓക്കെ, നിങ്ങളിപ്പം എന്താ പറയണ്ടേ ഈ റോങ് ബ്രീഡ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോഴും നിങ്ങൾ ഈ മാർക്കറ്റിലെ ഫീഡ് തന്നെ കൊടുത്തിട്ട് മുട്ട ഉൽപ്പാദനമൊക്കെ കുറവാണെങ്കിൽ ഈ മെത്തേഡൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം ഉണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അതങ്ങനെ തന്നെ ഫോളോ ചെയ്യുക, ഒരു മാറ്റം വരുത്തണ്ട. ഓക്കെ, ഇത് അറിയാത്ത ചില ആൾക്കാരുണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ യുവകർഷണ പേരിൽ നമുക്ക് വാട്സപ്പ് ചാനൽ, ഗ്രൂപ്പ്, പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ID പേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ പറ്റുവാണെങ്കിൽ ഫോളോ ചെയ്യുക. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾ കേരള ലെവലിൽ നമ്മൾ കോഴീനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് കോഴിന് ആവശ്യമുണ്ടെങ്കിൽ നല്ല ഇനം മുട്ടക്കോഴികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പറും കൂടി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.